ഗൈസ്, എല്ലാവർക്കും വണക്കം. പറയാൻ പോകുന്ന മറ്റൊന്നുമില്ല. പണ്ടൊക്കെ സ്കൂളിൽ കുട്ടികളെ പഠിക്കാനും ഒരു അനുസരണശീലം ഉണ്ടാക്കാനും അധ്യാപകരുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു അല്ലേ? ഒരു ചെറിയ കുഞ്ഞു വടി. അപ്പം തെറ്റ് ചെയ്യുന്നവർ അവർ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികളെ അടിക്കാൻ പാടില്ല, സാക്ഷിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സംഭവം ശരിയാണ്, അടിക്കുന്നത് ഒരു മാതാപിതാക്കൾക്കും ഇഷ്ടപ്പെടില്ല, അതൊക്കെ. പക്ഷേ ഇങ്ങനെ സ്നേഹത്തോട് വളർത്തിക്കൊണ്ടുവരാണ് ഇന്നത്തെ പുതുതലമുറയെ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ഈ കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയുക, അങ്ങനെ നിയമങ്ങൾ വന്നപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളെ തോന്നുന്നത് പോലെയാണ്. എന്താണോ കുട്ടികൾക്ക് തോന്നുന്നത് അത് ഇന്ന് കുട്ടികൾ ചെയ്യും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു കുട്ടിയുടെ മൊബൈൽ ഒരു അധ്യാപകൻ വാങ്ങിച്ചു വെച്ചപ്പം എന്തെങ്കിലും നെഗറ്റീവ് കണ്ടോ വാങ്ങിച്ച് വെച്ചതായിരിക്കാം. അപ്പം ആ കുട്ടി പറഞ്ഞൊരു വാക്കില്ലേ, പുറത്തെത്തിയാൽ ഞാൻ തീർക്കുമെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ട്. അത് ആരോട്? അധ്യാപകനോടാണ്. ഒന്ന് ആലോചിക്കണം, അധ്യാപകനോടാണ്. അപ്പോൾ ഇത്രയും ഒരു ധൈര്യം, അതായത് ഇത്രയും ഒരു ധൈര്യം ആ കുട്ടി കിട്ടണമെങ്കിൽ എന്തായിരിക്കും കുട്ടിയുടെ ഒരു ജീവിതശൈലി? നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികളെ നമുക്ക് ലാളിച്ചും സ്നേഹിച്ചും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തിയെടുക്കുക. പക്ഷെ ആ കുട്ടി ഒരാൾ തല്ലി എന്ന് പറയുമ്പോൾ, നമ്മളെ മക്കളാണെങ്കിൽ ആ കുട്ടി ആൾ തല്ലി എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കില്ല, ശരിയാണ്. പക്ഷെ ഇന്നത്തെ ആ ഒരു ഇത് വന്നതിന് ശേഷം അച്ചടക്കം എന്ന സംഭവം ഇല്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും സിസറ്, കഞ്ചാവ്, അങ്ങനെ MDMA. ഇപ്പം MDMA ആണല്ലോ ട്രെൻഡ്, ഒരു ഫാഷൻ. അത് സ്ത്രീ പുരുഷൻ വ്യത്യാസമില്ല, അതങ്ങനെ യൂസ് ചെയ്യണം. കോളേജ് തലം ആണെങ്കിലും എന്താണെങ്കിലും. കോളേജ് അപ്പോൾ ഒന്നുകൂടി പ്രൈവസി, അവരിഷ്ടം പോലെ ചെയ്യാൻ നടക്കാം. അഥവാ ഒന്ന് ചോദ്യം ചെയ്താൽ ഇത് ഞങ്ങളാണ് തീരുമാനിക്കുക, എൻ്റെ ചോയ്സാണ്, എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടേണ്ട, ഞാൻ തീരുമാനിക്കും, എനിക്കതിൽ പക്വതുണ്ട്, പ്രായമുണ്ട്, എല്ലാം പറയും. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നവർ തെറ്റാണ്, അല്ലെങ്കിൽ അവർ മൈനസ്കാരാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇങ്ങനെ സമൂഹം പോയി കഴിഞ്ഞാൽ വളരെ വളരെ ദയനീയമായൊരു അവസ്ഥയിലേക്കായിരിക്കും പുതുതലമുറ പോകുന്നത്. ഇനി അങ്ങോട്ട് ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധങ്ങളോ നിലനിൽക്കണമെന്നില്ല. ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഷെയർ ചെയ്യുക. ഓക്കെ.